താങ്കൾക്ക് വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ, ചുമ്മാ ഓരോ വിവരക്കേടായിട്ട് ഓരോന്ന് ഇറങ്ങും. ചുമ്മാ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ സൈക്കോളജി എന്താണെന്നറിയോ? ചില ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ കമൻസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇന്ന് തന്നെ ചെന്നൈക്ക് വണ്ടി പിടിച്ച് പോയിട്ടുണ്ടാവും വിജയ് അണ്ണനെ പറഞ്ഞ് തിരുത്തി വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അത്ര ഒരു ഗതികേട് ആ ഒരു സ്ത്രീക്കുണ്ടോ? വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ള ആൾക്ക് അതൊന്നും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തട്ടണമെന്നൊന്നുമില്ല. അവർക്ക് 100 ന്യായീകരണം ഉണ്ടാവും. ആ ഒരു ന്യായീകരണമൊക്കെ വെച്ചിട്ട് അവർ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബന്ധം പരിപാവനമാണ് എന്ന് ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ന്യായീകരണങ്ങളൊക്കെ അപ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന പരാതികളൊക്കെ ഇവരുടെ പങ്കാളികളിൽ ആരോപിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പോവേണ്ടി വന്നത് എന്നൊക്കെ അവരങ്ങോട്ട് പറയും. അവർ ചിലപ്പോൾ സൊസൈറ്റിയും അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. 5 കൊല്ലമായിട്ട് ഭാര്യ മക്കളെയും പറ്റിക്കുന്നവനാണ്. ഇനി തിരിച്ചു വന്നിട്ട് ഈ പവിത്രമായിട്ടുള്ള കുടുംബ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ആൾക്ക്, ഇവിടെ പറ്റിക്കപ്പെട്ട ആൾക്ക് തന്നെ അന്തസ്സും അഭിമാനവും ഇല്ലേ? നിങ്ങളോട് ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇനി പെരുമാറാൻ പോകുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് മാന്യമായിട്ട് പെരുമാറണം കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ആൾക്ക് അങ്ങനെ നിങ്ങളോട് വളരെ മര്യാദയോടെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശ്വാസവഞ്ചന കാണിക്കണം എന്നൊന്നും തോന്നത്ത് തന്നെ ഇല്ല. ഇനിയിപ്പോൾ അഡൾട്ടറി ഒരു ക്രൈം ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഭാര്യ ഇരിക്കെ തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന പുരുഷനെ ശിക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ അയാളെ എങ്ങനെ ശിക്ഷിക്കും? അയാളുടെ അവിഹിതം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അയാളുടെ കിടപ്പറകളിലേക്ക് നിങ്ങൾ ഒളിസഞ്ചാരമൊക്കെ നടത്തേണ്ടി വരും. വല്ല ആവശ്യമുണ്ടോ? അവനങ്ങ് ഉപേക്ഷിക്കുന്നതല്ലേ എളുപ്പം. അല്ലാതെ ഞാൻ പറ്റിക്കപ്പെട്ടു, അയ്യോ എനിക്ക് വേദനയാണ്, എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നേ, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവനങ്ങനെ ചെയ്തത് ശരിയായില്ല, കുട്ടികളുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നാളുകൾക്ക് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ എനിക്കെതിരെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റഗ്രാം ഇൻബോക്സിലും ഒക്കെ വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ സംസാരിച്ച് 1-2 ആളുകളുമായിട്ട് സംസാരിച്ച് അങ്ങേയറ്റം പോയി വീണ്ടും അവരുടെ ദേഷ്യ പ്രകടനങ്ങളൊക്കെ എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തീരെ പ്രതീക്ഷിച്ച് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നില്ല. ചില ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ചാനലിൻ്റെ ക്വാളിറ്റിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കും ഇത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ. ആദ്യഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഇത് വിജയ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവിടുത്തെ ഒരു ഡിവോഴ്സ് കേസ് അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചത് കൊണ്ടാണോ? പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊന്നുമല്ല. ആ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. നമ്മൾ പൊതുവായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ചു. അത് കുറേയധികം ആളുകൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. നമുക്ക് ഇത് കേൾക്കുന്നത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പേടിയോടെ നോക്കിക്കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊക്കെ പെട്ടുപോകുന്ന, ഇപ്പോൾ ഈ ഒരു കേസിൽ സംഗീതയെ പോലുള്ള ആളുകൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ വരും. ഇന്നലത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അദ്ദേഹം അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ പെട്ട് കിടക്കുകയായിരുന്നു. 5 വർഷമായിട്ട് അവർ തമ്മിൽ ഇങ്ങനെയുള്ളൊരു അകൽച്ച ഉണ്ടായിരുന്നു. ഈ സംഗീത എന്ന് പറയുന്ന വിജയുടെ ഭാര്യ വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒത്തുപോകാനായിട്ട്. പക്ഷേ വിജയ് വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളതാണ് പരാതിയിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ വിശ്വാസവഞ്ചകനായിട്ടുള്ളൊരു പാർട്ണറോടൊപ്പം ഇത്ര കാലം ജീവിച്ച് മടുത്തതിന് ശേഷം അയാൾ കോടതിയെ സമീപിച്ച് ഡിവോഴ്സ് വാങ്ങി പോകുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ് ഓൺ ഫേസ് ആണ്. ആ ഒരു ധൈര്യം ആ ഒരു സ്ത്രീ കാണിച്ചതിൽ ഞാൻ അവരെ അഭിനന്ദിക്കത്തേ ഉള്ളൂ. എന്നാൽ പ്രേക്ഷകരിൽ ചില ആളുകൾക്ക്, ഒരിക്കലും അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രേക്ഷകരിൽ ചില ആളുകളെ കുറിച്ചിട്ട്, അവർക്ക് അങ്ങനെയുള്ളൊരു മൊമെൻറ്റ് കാണാനായിട്ട് എന്തോ ഒരു പേടിയോ അല്ലെങ്കിൽ എന്തോ ഒരു വിഷമോ ഒക്കെയാണ്. ചില ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ കമൻസ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇന്ന് തന്നെ ചെന്നൈക്ക് വണ്ടി പിടിച്ച് പോയിട്ടുണ്ടാവും വിജയ് അണ്ണനെ പറഞ്ഞ് തിരുത്തി വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അത്ര ഒരു ഗതികേട് ആ ഒരു സ്ത്രീക്കുണ്ടോ? കാരണം 5 വർഷമായിട്ട് അവരിത് സഹിക്കുകയാണ്. അവർ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിനകത്ത് അവർക്ക് ഒരിക്കലും വീണ്ടും ഒത്തുപോകാൻ പറ്റാത്ത തരത്തിലേക്കുള്ളൊരു ബന്ധമായി ഇത് മാറി എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ വീണ്ടും സാഹിത്യ ഭാഷ കലർത്തി ചതിയുടെയും വഞ്ചനയുടെയും വേദനയുടെയും വേർപാടിൻ്റെയും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥകളിൽ പെട്ടുപോകുന്ന ഈ സംഗീതയെ പോലുള്ള ആളുകൾ എങ്ങനെ മൂവ് ഓൺ ആവും? അവരുടെ ഉള്ളിലേക്ക് പക അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം ഇട്ടുകൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ നിരാശ അങ്ങടേക്ക് ഇട്ടുകൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്? ഈ പറയുന്ന ആളുകളെല്ലാം കൂടെ ഈ നിരാശ കമൻറ്റ് ബോക്സിൽ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ലൈറ്റായിട്ട് അവർ ഡിവോഴ്സ് വാങ്ങി പോയിക്കോട്ടെ എന്നൊന്നും പറയരുത്, അതിനെ നോർമലൈസ് ചെയ്യരുതെന്നൊക്കെ പറയുന്ന ആളുകൾ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനെ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്യണോ? എക്സാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? 2 സൊല്യൂഷനാണ്. ഒരു പങ്കാളിയാൽ ചതിക്കപ്പെട്ട ഒരാളുടെ മുമ്പിൽ ഉണ്ടാവുക. സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ആകെ മൊത്തത്തിലുള്ള അങ്കലാപ്പിനിടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മുഴം കയറോ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു റിവെഞ്ച് എടുക്കലോ.
റിവെഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇയാളെ അപായപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ ഇയാളുടെ ജീവിതം തകർക്കാനായിട്ടോ ഉള്ള ശ്രമങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൽ ചതിക്കപ്പെട്ട ആളുടെ ബാക്കിയുള്ള ജീവിതവും കൂടെ പോകും. അല്ല എന്നുണ്ടെങ്കിൽ നിരാശ നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് സൂയിസൈഡ് ചെയ്യാനായിട്ട് തോന്നും, മുന്നോട്ട് ജീവിക്കാനായിട്ട് തോന്നത്തില്ല. അവരുടെ കുടുംബം തന്നെ, ആ കുട്ടികളുടെ കാര്യം തന്നെ അനാഥമാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സിഗ്നലാണ് അവർ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നതും അവർ ഡിവോഴ്സ് വാങ്ങി പോകാനായിട്ട് ആഗ്രഹിക്കുന്നതും. ചിലപ്പോൾ ഈ 5 കൊല്ലം അവർ രമ്യതാ ശ്രമങ്ങളൊക്കെ നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഈ ഒരു ഇടപെടലൊക്കെ പേടിച്ചിട്ടായിരിക്കും. ഒരാളാൽ വഞ്ചിക്കപ്പെട്ടു എന്ന ആളുകൾ അറിയുമ്പോഴുള്ള ആ ഒരു വേദനയൊക്കെ, അല്ലെങ്കിൽ ആളുകൾ ഇതിനെ വിലയിരുത്തുമ്പോഴുള്ള വേദനയൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കാം അവർ സഹിച്ചു നിന്നത്. ആ ഒരു സഹനം അവസാനിപ്പിച്ചിട്ട് സ്വതന്ത്രമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തത്. അതിൽ ചില ആളുകൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനെ വളരെ ലൈറ്റായിട്ട് നോക്കി കാണരുത്, നമ്മൾ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളുടെ ചില ഡൗട്ടുകൾക്കുള്ള മറുപടി ഞാൻ പറയാം. ഒരാൾക്ക് ആ ഒരു കോണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലായി. കമൻറ്റ് ബോക്സിൽ വന്ന് അവരുടെ നിരാശ കാണിക്കുന്നവരോട് പുള്ളി വിവാഹ വേർപിരിയലാണ് ഒരു സാധാരണ കാര്യമായി കാണിക്കുന്നത്, അല്ലാതെ വിജയുടെ ചീറ്റിംഗ് അല്ല. അത്രേ ഉള്ളൂ. വിജയ് നടൻ, ആളുകളൊക്കെ പറയുന്ന നടൻ, അദ്ദേഹം ആ ഒരു വിശ്വാസ വഞ്ചനം കാണിച്ചതുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ ജീവിതം തകർന്നു, അതെന്ത് ചെയ്യും എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം അവർ ആ ഒരു വിശ്വാസ വഞ്ചനയെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് പറയാനായിട്ടാണ്. ആ ഒരു ഡിവോഴ്സിന് വേണ്ടി അവരെടുത്ത ആ ഒരു തീരുമാനത്തെ ഞാൻ നോർമലൈസ് ചെയ്യുന്നു. മറ്റേ വിശ്വാസ വഞ്ചന, അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തിപരമായിട്ട് അവർ തന്നെ നോക്കി കാണേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഈ ഒരു വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പക വീട്ടലോ അല്ലെങ്കിൽ അതിൻ്റെ വിഷമവുമായിട്ട് ഒരാൾ ജീവിച്ച് കാണുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ള ആൾക്ക് അതൊന്നും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തട്ടണമെന്നൊന്നുമില്ല. അവർക്ക് 100 ന്യായീകരണം ഉണ്ടാവും. ആ ഒരു ന്യായീകരണമൊക്കെ വെച്ചിട്ട് അവർ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇവർക്കെതിരെ റിവെഞ്ചിനും ഇവർക്കെതിരെ വേറെ എന്തെങ്കിലും പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ ഈ വിഷമം പങ്കുവെക്കാനായിട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമേ നഷ്ടം വരത്തുള്ളൂ. ഇപ്പോൾ അവർ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള രീതിയിൽ ചെയ്തു പോകും. ലേറ്റർ ഏതെങ്കിലും ടൈമിൽ അവർക്ക് ചിലപ്പോൾ ഒരു റിയലൈസേഷൻ തോന്നി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ സൈക്കോളജി അറിയാത്തതുകൊണ്ടാണ്. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ സൈക്കോളജി എന്താണെന്നറിയോ? അത് ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി, അവരുടെയൊക്കെ അനുഭവം പറഞ്ഞു തരും. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ സൈക്കോളജി ഇത് കുറേ വായിക്കാനൊക്കെ കിട്ടുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, മറ്റൊരാളുടെ ഭാര്യയോ മറ്റൊരാളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഒരാൾ അവിവാഹിതൻ മറ്റേ ആൾ വിവാഹിത, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആളുകൾ, അവർക്കിടയിൽ ഇത് അത്ര മോശമായിട്ടുള്ള സംഗതിയായിട്ട് അവർ ചിന്തിക്കുന്നു തന്നെ ഇല്ല. നമ്മൾ മറ്റേ ബെസ്റ്റിയുടെ കാര്യം പറയുന്നത് പോലെയാണ് അവർ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഫ്രണ്ടിക്ക് മേളിൽ ഭർത്താവിന് താഴെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ഒളിച്ച് കളിയിലെ എൻ്റർടൈൻമെൻറ്റ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നു. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് പ്രയോറിറ്റി ഇവർക്ക് അവർ തമ്മിലാവുന്നു. പിന്നെ ഈ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരോടുള്ള വിശ്വാസവഞ്ചനയൊന്നും പലപ്പോഴും ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. ഇവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബന്ധം പരിപാവനമാണ് എന്ന് ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ന്യായീകരണങ്ങളൊക്കെ അപ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന പരാതികളൊക്കെ ഇവരുടെ പങ്കാളികളിൽ ആരോപിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പോവേണ്ടി വന്നത് എന്നൊക്കെ അവരങ്ങോട്ട് പറയും. അവർ ചിലപ്പോൾ സൊസൈറ്റിയും അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും. പലപ്പോഴും ആണുങ്ങളൊക്കെ ഒരു കാലത്ത് അങ്ങനെ അവൈധ ബന്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സൊസൈറ്റിയെ കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ്. പലപ്പോഴും ആ ഒരു ആണുങ്ങളുടെ ഭാഗത്തുള്ള അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോ പറഞ്ഞു, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് അവൻ പോയത്, ആണുങ്ങൾ കുരങ്ങന്മാരെ പോലെയാണ് എന്നൊക്കെ. അതുകൊണ്ട് പലപ്പോഴും വിശ്വാസവഞ്ചന നേരിട്ടിട്ടുള്ള ആൾക്ക് തന്നെ ആയിരിക്കും വലിയ വിഷമം. അവർ കൂടുതൽ വിഷമങ്ങളിലേക്ക് പോവാതെ ആ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പടിയാണ് ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളത്. രാജലക്ഷ്മി, സോറി ചേട്ടാ, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് ഇത്ര ഈസി ആയിട്ട് കാണുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഈസി ആയിട്ട് കാണാതെ ഇരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വളരെ ഹാർഡായിട്ട് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ അതിജീവിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ ഹാർഡായിട്ട് കാണണം എന്നെനിക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ഈ സംഗീതയോട് ഇങ്ങനെ ഈസി ആയിട്ട് ഡിവോഴ്സിലേക്കൊന്നും പോകരുത് കേട്ടോ. നിങ്ങൾ കുറച്ച് വിഷമിക്കണം, കരയണം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ലൈവ് ഒന്ന് പറയണം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റൂ. അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഡിവോഴ്സിന് അവർ അപ്ലൈ ചെയ്തല്ലോ. എന്തിൻ്റെ പേരിലായാലും ആ ഒരു ബന്ധം അവസാനിപ്പിച്ച ശേഷം അടുത്ത ആളിലേക്ക് പോകാനുള്ള മാന്യത കാണിക്കണം. വീണ്ടും ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ സൈക്കോളജിയെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണ്. ആരാണ് അത് പോസിബിൾ ആണോ?
ഞാൻ വേറെ ഒരാളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം കേട്ടോ, അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാളിലേക്ക് പോകുന്നു, അയാളോട് ഒരു ക്രഷ് തോന്നി, അയാളോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു എന്നൊക്കെ ഉള്ളൊരു മൊമെൻറ്റിൽ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേറെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് പോവാണ് കേട്ടോ എന്ന് ആൾക്കാർ പറയുമോ? ഒന്നും പറയില്ല. അവസാനം പിടിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ്, പലപ്പോഴും പിടിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ് ചില ആളുകൾ റിയലൈസ് ചെയ്യുന്നത് അവരൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് 100,000 ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. പുറമേ നിന്ന് കാണുന്ന ആളുകൾക്കും ഇതിൽ ബാധിക്കപ്പെടുന്ന ആളുകൾക്കും ഇൻഫിഡലിറ്റി പെയിൻ അനുഭവിക്കുന്ന ആളുകൾക്കുമാണ് ഇത് ചീറ്റിങ്. അവർക്ക് ചീറ്റിംഗ് അല്ല, അവരതിന് 100,000 ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അതല്ലേ കുട്ടികൾക്ക് മാതൃകാപരമായിരിക്കും, അതൊക്കെ ആയിരിക്കും മാതൃകാപരം. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നതിന് ശേഷം നമുക്കിതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ ബാധിക്കപ്പെട്ട ആൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്, അന്തസ്സോടെ അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിവിധിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനതിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞത്. ചീറ്റിംഗ് ഈസ് നെവർ എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ ചോയ്സ്, പ്ലീസ് ഡോണ്ട് ഗ്ലോറിഫൈ ഇറ്റ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് ജൂബി കുര്യാക്കോസ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തതുകൊണ്ടാണ് ചീറ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് തന്നെയില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും സംഗീത എന്ന് പറയുന്ന വിജയുടെ ഭാര്യ ആ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഒരാൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളെ ഇൻഫീരിയർ ആക്കുന്നുണ്ട്. പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്താണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേദന. അങ്ങനെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു വേദന സമൂഹം കൂടി ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്താണ് ചില ആളുകളൊക്കെ എന്നെ തേച്ചു അതുകൊണ്ട് അവളെ കൊന്നേക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ തളർത്താതിരിക്കുക. ഇവരെ അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല ഇനി എന്നുള്ളതാണ്. അയാൾക്ക് ഈ ഒരു ബന്ധത്തിൽ തുടരാനായിട്ടുള്ളൊരു ക്വാളിറ്റി ഇല്ല എന്നുള്ളത് കൂട്ടിയാൽ മതി. വിജയ് നടി ബന്ധം ഒരു ചിഹ്ന അവിഹിതമല്ല, അവർ പ്രണയിക്കുകയാണ്. ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നത് തികച്ചും ഭാര്യയോടും മക്കളോടും കാണിക്കുന്ന അനീതിയൊക്കെ തന്നെ. അതിനകത്ത് യാതൊരുവിധ എന്താ പറയുന്നത് എതിരഭിപ്രായങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അനീതിയാണ്. ഒരു ബന്ധത്തിൽ അത് സൊസൈറ്റിയെ അതേപോലെ തന്നെ സിസ്റ്റത്തെ സാക്ഷിയാക്കി നിർത്തി ലീഗലി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ബന്ധത്തെ മാനിക്കാതെ അതിൻ്റെ രീതികൾക്കനുസരിച്ച് ജീവിക്കാതെ പോകുന്നതൊക്കെ നീതി കേടൊക്കെയാണ്. ഞാൻ വീണ്ടും അപ്പോൾ പറയുന്നു, ആ ഒരു നീതി കേടിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് മാന്യമായി ജീവിക്കാൻ ഇറങ്ങിയ സംഗീതയെക്കുറിച്ചിട്ടാണ് ഇന്നലെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നടപടിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം അയ്യോ എൻ്റെ ഭർത്താവ് എന്നെ തിരിച്ച് സ്വീകരിക്കണേ, സമൂഹം എൻ്റെ കൂടെ വന്നിട്ട് അയാളുടെ കാല് പിടിക്കണേ എന്നൊന്നും പറഞ്ഞില്ല. അയാൾ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു. മാന്യമായിട്ടുള്ള ഈ പറയുന്ന ആളുടെ സെറ്റപ്പിനൊക്കെ അനുസരിച്ചിട്ടുള്ള ജീവനാംശവും തന്ന് വാങ്ങി പോകാനായിട്ടാണ് അവർ വന്നത്. അവർ എടുത്ത എഫേർട്ടിനെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്. അങ്ങനെ സിസ്റ്റമാറ്റിക്കായി പോകാൻ പറ്റില്ലെങ്കിൽ ദയവ് ചെയ്ത് മാരേജ് ചെയ്യാതിരിക്കുക. ഡോണ്ട് ചീറ്റ് യുവർ ലൈഫ് പാർട്ട്നേഴ്സ്. നമ്മൾ ഇമോഷണലായിട്ട് കാര്യങ്ങളെ സമീപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ കൂടുതലായിട്ട് ഡയലോഗ് അടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല, ഞാൻ ഭയങ്കര മാന്യനാണ്, മാന്യത്തെയാണെന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ കൊടുത്തിട്ട് പാർട്ണർ ഇട്ടിട്ട് പോകുന്നത്. പിന്നെ ചില ആളുകളൊന്നും വിചാരിക്കുന്ന പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും ഒരു അവിഹിത ബന്ധത്തിലേക്ക് പോകണമെന്നുള്ളത്. പിന്നെ അങ്ങ് പോവുകയാണ്. ആ ഒരു സമയത്ത് ഇവർ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും നോക്കത്തൊന്നുമില്ല, അവരുടെ വേദന ഒന്നും നോക്കത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മൂവ് ഓൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആ മൂവ് ഓൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ചുറ്റിനും സമൂഹമൊക്കെ വന്നിട്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ചീറ്റിങ് ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങളുടെ അവസ്ഥ വളരെ ദുസ്സഹം തന്നെ, ഭാര്യയോടും മക്കളോടും ഇങ്ങനെ കാണിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചുറ്റിനും കൂടി നിന്ന് അവരെ വേദനിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവരോട് പറയുക അയാൾ നിന്നെ ഡിസേർവ് ചെയ്യുന്നില്ല, മൂവ് ഓൺ. നല്ല പൈസ കൂടെ വാങ്ങിച്ചിട്ട് പോകണം, അവൻ ഇത്ര കാലം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതല്ലേ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വരണം. ഈ അഭിപ്രായത്തോട് യോജിപ്പില്ല. അവിഹിതം ന്യായീകരിക്കാവുന്ന ഒന്നല്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ചില വാല്യൂസ് ഉണ്ട്. കുടുംബം അത് പവിത്രമായി കാണാൻ പഠിക്കണം. നമ്മുടെ അഭിപ്രായം എന്താണ്? അവർ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് മൂവ് ഓൺ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഈ 5 കൊല്ലമായിട്ട് പറ്റിച്ചവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് പവിത്രത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. അങ്ങനെ പവിത്രത ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 കൊല്ലമായിട്ട് ഭാര്യ മക്കളെയും പറ്റിക്കുന്നവനാണ്. ഇനി തിരിച്ചു വന്നിട്ട് ഈ പവിത്രമായിട്ടുള്ള കുടുംബ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ആൾക്ക്, ഇവിടെ പറ്റിക്കപ്പെട്ട ആൾക്ക് തന്നെ അന്തസ്സും അഭിമാനമില്ലേ? വിവാഹബന്ധത്തിന് ശേഷം ഒരു തവണയെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കണ്ട ഒരാളെ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവിടെ 5 വർഷമായിട്ട് പരസ്യമായിട്ടുള്ള ഒരു ബന്ധം തുടരുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ വരുന്നത്. ഫസൽ എഡിറ്റ്സ് വേസ്റ്റ് കണ്ടന്റ്, പ്ലീസ് മെയിൻറ്റെയിൻ ക്വാളിറ്റി. എന്താണ് ഈ ക്വാളിറ്റി? എൻ്റെ ക്വാളിറ്റി ഇതാണ്. എൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള കോണ്ടൻറ്റൊക്കെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മൾ എന്ത് കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ സമീപിക്കുന്ന രീതിയിലാണ് ക്വാളിറ്റി. ആ ഒരു ഡിസ്കഷനാണ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്കഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ ആളുകളുടെയും പെർസ്പെക്റ്റീവ് അല്ലേ, ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഇവിടെ പറയാൻ വേണ്ടി വന്നത്. ഈ ക്വാളിറ്റി ഇല്ലാത്ത ടോപ്പിക്ക് ആയിട്ട് ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും? തമിഴൊക്കെ വിട്ടുകിടക്കണമെന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. അതേപോലെ തന്നെ തമിഴ് സിനിമയിലെ വലിയ നടനാണ്. അവരുടെ ലൈഫും അവരുടെ പങ്കാളിയുടെ ജീവിതവും എല്ലാം നമ്മളിൽ ഒക്കെ ഒത്തിരി വലിയ സെറ്റപ്പിലുള്ള ആൾക്കാരാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ്, അത് നമ്മളിലും സംഭവിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എവിടെയാണ് ഈ ക്വാളിറ്റി പോകുന്നത്? അൺകംഫർട്ടബിളാണ് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ അൺകംഫർട്ടബിൾ ആവുന്ന ആളുകളാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ എന്തെങ്കിലുമൊക്കെ അബദ്ധമൊക്കെ കാണിക്കുന്നത്. ചില ആൺകുട്ടികൾ കണ്ടിട്ടില്ലേ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ കുത്തിക്കൊല്ലാനായിട്ടും വെടിവെച്ച് കൊല്ലാനായിട്ടും ഒക്കെ പോകുന്നത്. ചില ആണുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, കൂട്ടുകാർ പറഞ്ഞു, ഓ അവൾ നിന്നെ ചതിച്ചു, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, അത് കേട്ടിട്ട് കൊലപാതകം നടത്താൻ വേണ്ടി പോകുന്നത്. ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് സമൂഹം അറിയാതിരിക്കാൻ വേണ്ടി പങ്കാളിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ വളരെ മോശം എന്നൊക്കെ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില രീതികളിൽ, ഫാമിലി വാല്യൂസ് ഇല്ല എന്നൊക്കെ പറയുന്ന ചില രീതികളിൽ അവർ കൊല്ലാനും കുത്താനും ഒന്നും പോകുന്നില്ല. അവർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് യൂണിവേഴ്സലാണ് ഈ ഒരു പെയിൻ എന്നൊക്കെ പറയുന്നത്. അവർ കൊല്ലാനും കുത്താനും ക്രൈം ചെയ്യാനും ഒന്നും പോകുന്നൊന്നുമില്ല. ഈ ഒരു തേപ്പ് കിട്ടുന്ന സമയത്ത് പങ്കാളിയെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സുഖം കിട്ടുന്നത്? ചെറിയ പ്രായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നലുമുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുന്നത് അത് ജയിലിൽ കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും കയറിലാണെന്നുണ്ടെങ്കിലും അതൊരു വലിയ തോൽവിയല്ലേ? നിങ്ങളോട് ചെയ്യുന്നൊരു ഒരു തെറ്റല്ലേ? നിങ്ങളുടെ ചുറ്റിനും വേറെ എന്തൊക്കെ ആളുകളുണ്ട്? നിങ്ങളുടെ ചോരയിലുള്ള അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതേപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ എവിടെയോ കിടക്കുന്ന ഒരാൾ ചീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെയും കൊല്ലാൻ പോകുന്നു അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ പോകുന്നു, മണ്ടത്തരല്ലേ? അതുകൊണ്ടാണ് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന സംഗീതയെ പോലുള്ള ആളുകളുടെ ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. ഈസ് എ വിക്ടിം ഹിയർ പീരിയഡ്. ഇഫ് ഹി വാണ്ടഡ് എ റിലേഷൻഷിപ്പ് വിത്ത് അനദർ വിമൻ ഹി ഷുഡ് ഹാവ് കം ക്ലീൻ ടു ഹിസ് വൈഫ്, ഷോ ഹെർ റെസ്പെക്ട്, ഡിവോഴ്സ് ആൻഡ് മൂവ് ഓൺ വിത്ത് ദ ന്യൂ ഗേൾ ഫ്രണ്ട്. മെയിൻറ്റെയിനിങ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ക്യാൻ നെവർ ബി ജസ്റ്റിഫൈഡ്. വിൽ യു ബി ഓക്കെ ഇഫ് യുവർ വൈഫ് ഡിഡ് ദ സെയിം? ഞാനതിനെക്കുറിച്ചിട്ടൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരുടെ വേണേലും ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒട്ടും പ്രാക്ടിക്കലല്ലാത്ത ചുമ്മാ ഈ കമൻറ്റ് ബോക്സിൽ മാത്രം പറയാൻ പറ്റുന്ന ഭാവനകൾ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. വിജയ്ക്ക് അവിഹിത ബന്ധത്തിന് പോകണമെന്ന് തോന്നുന്ന സമയത്ത് ഭാര്യയോട് വന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സൈക്കോളജിയെക്കുറിച്ചിട്ടോ ഇതിൻ്റെ ബാക്കി രസതന്ത്രങ്ങളെക്കുറിച്ചിട്ടോ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലും ബെറ്റർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാക്കി വെച്ചാൽ മതി. അല്ലാതെ ഈ പറ്റിക്കുന്ന ആൾ, വിശ്വാസവഞ്ചന കാണിക്കുന്ന ആൾ അങ്ങനെ ചെയ്തിട്ട് പോകണം, അങ്ങനെ നമുക്ക് ഈ ആളുകളോട് പറയാൻ പറ്റും? നിങ്ങളോട് ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇനി പെരുമാറാൻ പോകുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് മാന്യമായിട്ട് പെരുമാറണം കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ആൾക്ക് അങ്ങനെ നിങ്ങളോട് വളരെ മര്യാദയോടെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശ്വാസവഞ്ചന കാണിക്കണം എന്നൊന്നും തോന്നത്ത് തന്നെ ഇല്ല. ഈ ഒരു കമൻറ്റ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും. അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എന്തൊക്കെ പറഞ്ഞാലും യോജിക്കാൻ പറ്റില്ല. ആര് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ വിജയെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കാത്തതുകൊണ്ടായിരിക്കാം ചില ആളുകൾ അങ്ങനെ പറയുന്നത്. അഡൾട്ടറി ഒരു ക്രൈമല്ല ഇന്ത്യയിൽ. ഇനിയിപ്പോൾ അഡൾട്ടറി ഒരു ക്രൈം ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഭാര്യ ഇരിക്കെ തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന പുരുഷനെ ശിക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ അയാളെ എങ്ങനെ ശിക്ഷിക്കും? അയാളുടെ അവിഹിതം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അയാളുടെ കടപ്പറകളിലേക്ക് നിങ്ങൾ ഒളിസഞ്ചാരമൊക്കെ നടത്തേണ്ടി വരും. വല്ല ആവശ്യമുണ്ടോ? അവനങ്ങ് ഉപേക്ഷിക്കുന്നതല്ലേ എളുപ്പം. ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാം. പക്ഷെ ആദ്യ ബന്ധം നിലനിൽക്കെ അതിൽ 2 കുട്ടികളുണ്ടായിരിക്കെ വേറെ ഒരാളുടെ പിന്നാലെ പോകുന്നത് ചീറ്റിങ് തന്നെയാണ്. അന്തസ്സായി ഡിവോഴ്സ് വാങ്ങുക, തോന്നിയ പോലെ പോവുക, അതാണ് മാന്യത. ആ കുട്ടികൾ കൂടി നാണക്കേട് ഉണ്ടാക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്. ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ്, നിങ്ങളുടെ അഭിപ്രായമാണ്. സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ കുറച്ചുകൂടെ മാന്യത പ്രതീക്ഷിക്കുന്നു. ഞാനതിന് എന്തെങ്കിലും മാന്യതയില്ലാത്ത കാര്യം പറഞ്ഞു? ഇവർ ഈ പറയുന്നതൊക്കെ കാൽപ്പനിക ഭാവനകളാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല. ആ പറയുന്ന സ്ത്രീയോട് വിശ്വാസവഞ്ചന കാണിച്ചു, പോയി. അപ്പോൾ നമ്മൾ ഈ കാൽപ്പനിക ഭാവനകൾ, ഒരു പണി കിട്ടിയിട്ട് ആ പണി ഇങ്ങനെ കിട്ടണമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് വാചാലനായിട്ടോ വല്ല കാര്യമുണ്ടോ? കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ.
നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഈ വിമർശനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ഇരയാക്കപ്പെട്ട ആൾക്ക്, ബാധിക്കപ്പെട്ട ആൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്ന ഇതേ പാരഗ്രാഫ് അവിടെ ബാധിക്കപ്പെട്ട ആളുടെ അടുത്ത് പോയി പറയുകയാണ്. അയാൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യാനാണ് അയാൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിവോഴ്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതയാൾ ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കേണ്ടത്. മറ്റേ ആളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ അല്ല, ഉടനെയൊക്കെ ആവുമായിരിക്കും. പരീക്ഷയൊക്കെ ഇടയ്ക്ക് ഇത്തിരി പാടായിരുന്നുകൊണ്ട് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ഉടനെയൊക്കെ ആകുമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഭർത്താവ് എന്നെ തേച്ചു, അയാൾ കുട്ടികളുണ്ടായിരിക്കെ എന്നെ ചതിച്ചു, അങ്ങനെ ചെയ്യുന്ന നീതികേടാണ്. അപ്പം ഞാൻ പറയും, ശരിയാണത് നീതികേടാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ, നമുക്കതൊരു ഗ്രൗണ്ട്സായിട്ട് വെച്ചിട്ട് ഡിവോഴ്സിന് മൂവ് ചെയ്യാം. അലിമണി നിങ്ങൾക്ക് വാങ്ങിത്തരാം. നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പണമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീണ്ടും പറയുകയാണ് നീതികേടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ നമുക്ക് ഇതിൽ ഇങ്ങനൊരു വകുപ്പേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാനായിട്ടുള്ളൊരു ഗ്രൗണ്ട്സേ ഉള്ളൂ. അപ്പോൾ അയാളെ ശിക്ഷിക്കാൻ പറ്റുമോ? ശിക്ഷിക്കാനായിട്ടുള്ള വകുപ്പ് നിലവിലില്ല. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് വഴി ഇതിനെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അത് വലിയ മോശമായി പോയല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് മോശമല്ല, അങ്ങനെയുള്ളൊരു കാര്യം ക്രിമിനൽ കുറ്റമാണെങ്കിലും നിങ്ങളിൽ പ്രൂഫ് വേണം ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിന്. അത് പ്രൂവ് ചെയ്യാൻ എന്തൊരു പാടാണ്. കാരണം അത് അഡൾട്ടറി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അതിനെ കൊണ്ടുവന്നൊന്ന് തെളിയിക്കാനായിട്ട് എന്തൊരു പാടാണ്. എന്നാണേലും ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് വേണ്ടത് ഡിവോഴ്സാണ്. അത് ഈസി ആയിട്ട് ഈ അഡൾട്ടറി പറഞ്ഞ ഗ്രൗണ്ട്സ് വെച്ച് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോയിക്കൂടെ? അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരൊറ്റ വകുപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ പകയൊക്കെ തീർത്തിട്ട് വരിക. ഒഫൻസ് ഏതാണോ മീറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയി കിടക്കുക. ഇതിൻ്റെ ഒന്നും ആരും ആവശ്യമില്ലല്ലോ. ആ സംഗീത ചെയ്തതുപോലെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്തുകൂടെ? അല്ലാതെ ഞാൻ പറ്റിക്കപ്പെട്ടു, അയ്യോ എനിക്ക് വേദനയാണ്, എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നേ, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവനങ്ങനെ ചെയ്തത് ശരിയായില്ല, കുട്ടികളുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിജയ് PR വർക്ക് അഗൈൻസ്റ്റ് സംഗീത. യു ക്യാൻ സി അബ്യൂസീവ് കമൻസ് ഓൺ ഹെർ മേക്ക് എൻ അറിയിറ്റ് ടു ലിങ്ക് ഹെർ വിത്ത് DMK. അതൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നമുക്കറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മോശം. അങ്ങനെ ഈ പുള്ളിക്കാരിക്കെതിരെ, ഈ പാവപ്പെട്ട സ്ത്രീക്കെതിരെ PR വർക്ക് ചെയ്തിട്ട് പുള്ളിക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. Cheating is in something to be normalized, justified or considered as a joke. It is indeed a red flag behavior and staying in that relationship is toxic for, and a committed behavior is ideal enough and a green flag, and yes, celebration of it is one of key components that builds healthy relationship in society. Humans have drive for multiple sexual interests, but that doesn't much favor their survival individually. It has been evident historically. The CEO Cam case is enough. Okay, കഴിഞ്ഞോ? ഇപ്പം ഈ ബാധിക്കപ്പെട്ട ആളുടെ അടുത്ത് പോയിട്ട് ഈ കഥ പറഞ്ഞിട്ട് നമുക്ക് കാര്യമുണ്ടോ? അയാളുടെ വിഷമം മാറ്റാനായിട്ട്, അയാൾക്ക് മുന്നോട്ടുള്ളൊരു ജീവിതം ഓഫർ ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അയാളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അല്ല, ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് സമൂഹത്തിൽ വലിയൊരു വിപത്താണ്, അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിയിലിറങ്ങിയിട്ട് ക്യാമ്പയിൻ വല്ലതും നടത്തുക, അല്ലെങ്കിൽ എന്നെപ്പോലെ വീഡിയോസൊക്കെ ചെയ്യുക. ഞാൻ അങ്ങനെയുള്ളൊരു വേസ്റ്റ് എഫേർട്ട് ചെയ്യില്ല. കാരണം ഇതൊക്കെ ലോകം തുടങ്ങിയ കാലം മുതലുള്ള, ഇതൊന്നും നമുക്ക് അപ്പാടെ തൂത്ത് മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതൊക്കെ ഓരോ ആളുകളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടും സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, പങ്കാളിയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വന്തം ജീവിതം കൊഞ്ഞാട്ടായി പോകാതെ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും പക വീട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊട്ടേഷനൊക്കെ പിടിച്ച് നിങ്ങൾക്ക് അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ വേറെ ഒഫൻസിലേക്ക് പോകും. നമുക്കേതായാലും ആ ഒരു പരിപാടിയിൽ തീരെ താല്പര്യമില്ല. ഐ സ്ട്രോങ്ലി ഒബ്ജക്റ്റ് ഇഫ് യു വാണ്ട് ടു ജസ്റ്റിഫൈ സെയിം മേ ഇറ്റ് ബി എ ഹോർമോണൽ പ്രോബ്ലം. കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ ഇരുത്തി ചിന്തിക്കണം ഒരു കാര്യം നമ്മൾ കേൾക്കുന്ന സമയത്ത്. ഞാനൊരു സജഷനായിട്ട് പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്നും ഉപദേശിക്കാനായിട്ടുള്ളൊരു റേഞ്ചൊന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ ഏതൊരു കാര്യവും കേൾക്കുന്ന സമയത്ത് അതിനെ മൾട്ടി ഡൈമെൻഷനിൽ ഇട്ടിട്ട് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത്, ഈ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് അനലിറ്റിക്കൽ ഒരു ബുദ്ധി നമുക്ക് വേണം. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമുക്കത് കുറഞ്ഞു പോകുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോണ്ടൻറ്റ് മോർ ദാൻ ബെറ്റർ എക്സ്പെക്റ്റിംഗ്. ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടൻറ്റൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? AI കുറിച്ചിട്ടൊന്നും പറയുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ ഒന്നും 7 അയലത്ത് പോലും വരത്തില്ല. പൊളിറ്റിക്സ്, ബേസിക് ഹ്യൂമൻ ലൈഫിൻ്റെ 7 അയലത്ത് പോലും വരത്തില്ല. ഒരു ഫാമിലി, ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുന്ന കുട്ടികൾ,
അവിടെ ഉണ്ടാകുന്ന വിശ്വാസ അവിശ്വാസ പ്രശ്നങ്ങൾ. ബേസിക്കലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത എന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു സംഭവങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ബാക്കിയൊക്കെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ടൂളുകളാണ്. അതല്ല വലിയ സംഭവങ്ങൾ. ബേസിക് ഹ്യൂമൻ ലൈഫ്, ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് കിട്ടുന്നതും കിട്ടേണ്ടതും എവിടെ നിന്നാണ്? നിങ്ങൾ വൈകിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് കിടക്കുന്ന മുറിയിൽ നിന്നാണ്. അവിടെ പങ്കാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മറന്ന് കിടന്നുറങ്ങും. ബേസിക്കലി ആ വൈകിട്ട് വന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടിയാണ് മനുഷ്യൻ ഈ പറയുന്ന ചുറ്റുപാടുള്ള വാൻ ഇൻ്റലക്ച്വൽ എലീറ്റിസം ഒക്കെ എടുത്ത് അലക്കുന്നത്. ബാക്കി പറയുന്ന എല്ലാ ടോപ്പിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഏഴയിലത്ത് എത്തത്തില്ല. ഒരു കമൻ്റ് ഉണ്ട് കേട്ടോ, സണ്ണി ഷൈൻ പറയുന്നത്, ഈ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് കരയുന്നവർ ഒരു 90% ജസ്റ്റിസായി വിചാരിക്കുന്നത് വിജയ് അണ്ണനും അവരും വീണ്ടും ഒന്നിക്കുന്നതാണ്. ഇറ്റ് ഈസ് റിയലി സാഡ് ദാറ്റ് പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു അക്സെപ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിവോഴ്സ്. യെസ്, അതാണ് ചില ആളുകൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അവർക്ക് അങ്ങനെയൊക്കെയാണ്. ഈ ആണാണല്ലോ പോയത്, അപ്പം അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സ്ത്രീയുടെ അന്തസ്സൊന്നും മറ്റേ ഈ സീരിയൽ പൂക്കികൾ കൺസിഡർ ചെയ്യുന്നില്ല. അണ്ണൻ തിരിച്ചു വരിക, മാതൃക പുരുഷോത്തമനായിട്ട് വീണ്ടും മാറുക, അപ്പോൾ വോട്ടും ചെയ്യാം എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് കോണ്ടന്റ് ടെറിബിൾ ആവുന്നുണ്ട്. ഐ ഫീൽ യു നീഡ് കോൺഷ്യസ് സെലക്ഷൻ ഓൺ ടോപ്പിക്ക്. എന്തിനിടെ ഒന്നൊരാവശ്യമില്ല. നമ്മൾ സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുക. അത് എൻ്റെ വായിൽ നിന്നല്ല വരുന്നത്. എൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ചിന്തയും വർത്തമാനങ്ങളും ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ക്വാളിറ്റിക്ക് അതീതമായിട്ടുള്ളൊരു കാര്യം തപ്പിക്കൊണ്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഫിറ്റാവില്ല, സെറ്റാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ക്വാളിറ്റി ഇത്രേ ഉള്ളൂ എന്നങ്ങ് സമ്മതിക്കുകയാണ്. ചീറ്റിംഗ് ചോയ്സാണ്, ബട്ട് അയാൾക്ക് ഡിവോഴ്സ് വാങ്ങിയിട്ടാകാമായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ടതായി വന്ന ചില കമൻറ്റുകളാണ്. ചീറ്റിംഗ് ചോയ്സാണ്, അയാൾക്ക് ഡിവോഴ്സ് വാങ്ങിയിട്ടാകാമായിരുന്നു. നിങ്ങൾ എന്നോടൊരു തോന്നിയാസം കാണിക്കുന്നതിന് മുൻപ് ഞാൻ പറയുന്നത് പോലെ മാന്യമായിട്ട് അതെന്നോട് കാണിക്കണമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ഈ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. വീണ്ടും അതുപോലെയുള്ളൊരു കമൻ്റ് ഉണ്ട്, താങ്കൾ വിജയ് ഫാനായിരിക്കും, താങ്കൾക്ക് നാണമില്ലേ കണ്ടവൻ്റെയൊക്കെ അവിഹിതം നോർമലൈസ് ചെയ്ത് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാൻ? ആര് ന്യായീകരിച്ച്? നിങ്ങളുടെ ബോധമില്ലായ്മ, ചിന്താപാപ്പരത്വം എന്ന് പറയുന്നതാണ് ഇത് അവിഹിതത്തിലേക്ക് മാത്രം കൂട്ടിക്കൊണ്ട് എന്ന് കെട്ടുന്നത്. ഞാൻ ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഒരു ബന്ധത്തിൽ വിശ്വാസവഞ്ചന നേരിട്ട ഒരാൾ പോസിറ്റീവായിട്ട് ഡിവോഴ്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സംഗീതയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് സംസാരിച്ചത്. നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ബ്രെയിൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ വളരെയധികം ആലോചിച്ച് അതിനെ മാറ്റിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. വേറെന്ത് സഹിക്കാം, പക്ഷേ ഈ വിശ്വാസവഞ്ചന അത് സഹിക്കും എനിക്ക് തോന്നുന്നില്ല. അത് ആരും സഹിക്കില്ല. ഒന്നെങ്കിൽ മര്യാദയ്ക്ക് എനിക്കിപ്പോൾ ഈ റിലേഷനിൽ താല്പര്യമില്ല അങ്ങ് തുറന്ന് പാർട്ണറോട് പറയുക, അല്ലെ ചുരുങ്ങിയ പക്ഷം കത്തെങ്കിലും എഴുതി കൊടുക്കുക. അല്ലാതെ ആളുടെ കൂടെ തന്നെ കഴിഞ്ഞിട്ട് ആളെ തന്നെ പച്ചയ്ക്ക് പറ്റിക്കണം പറഞ്ഞാൽ ആരായാലും പ്രതികരിക്കും. അത് ഡിവോഴ്സ് ആവാം, അല്ലെങ്കിൽ സ്വയം അങ്ങ് ഒടുങ്ങുന്നതാവാം, അല്ലെ കൊല്ലും ചിലർ. എന്തിനാ വെറുതെ വേണ്ടാത്ത പണിക്ക് പോണേ? മര്യാദയ്ക്ക് കഴിഞ്ഞ പോരെ, പറ്റില്ല, വേറെ ഒരുപാട് നേരായ വഴിയുണ്ട്. ഇത് ചുമ്മാ വിജയ് ചെയ്തപ്പോൾ അതെന്ത് ഇത്ര നന്മ താങ്കൾ കാണുന്നേ? താങ്കൾക്ക് വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ? ചുമ്മാ ഓരോ വിവരക്കേടായിട്ട് ഓരോന്ന് ഇറങ്ങും ചുമ്മാ. ഇനി വിജയ് നല്ലൊരു ചെയ്താൽ ഇമാരി വല്ല പാപമല്ലേ, മോശം തന്നെ, അതിന് തക്കതായ ശിക്ഷ ആൾക്ക് കിട്ടിക്കോളൂ. അതാണ് കർമ്മ എന്നുണ്ട് കേട്ടോ, താങ്കൾ ഓർത്തോ കേട്ടോ. ഇങ്ങനെ കഥ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ പൊന്നുകുഞ്ഞ്, ഇങ്ങനെയുള്ള കഥ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ലൈഫിൽ ഇങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കിടന്നിട്ട് ഈ അതിവൈകാരിക വിക്ഷോഭണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതിൽ കടിച്ച് തൂങ്ങി കിടക്കേണ്ടി വരും. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായിരിക്കുന്നത് മറ്റൊരാൾ ചെയ്തൊരു ആക്റ്റിലാണ്. അയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിജയ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കൺസിഡർ ചെയ്യരുത്. അങ്ങനെയുള്ള ആളുകളെ അവഗണിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദന ഉണ്ടാവും, ആ വേദനയിൽ നിന്ന് അതിജീവിച്ചിട്ട് ഒരു പുള്ളിക്കാരി മുന്നോട്ടേക്ക് വന്നു. അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളിപ്പോഴും അവരെ ആ വേദനയിൽ തുടരാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ കാണിച്ചത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ ചുറ്റിലും വന്നിട്ട് ഇങ്ങനെ ചെവിയോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുണമില്ലാത്ത വർത്തമാനങ്ങൾ. ഇവിടെ കുറേ മണ്ടൻ മലയാളികളുടെ കമൻറ്റ് കണ്ടു, ഡിവോഴ്സ് കഴിഞ്ഞ് അടുത്ത ബന്ധത്തിലേക്ക് പോയാൽ പോരെ എന്ന്. നല്ല രീതിയിൽ ജീവിക്കുന്നവർ വെറുതെ രാവിലെ പോയി ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതല്ല. അതിലാർക്കെങ്കിലും മറ്റൊരു ബന്ധമോ മറ്റു കാരണങ്ങളോ ഉണ്ടാകുമ്പോഴാണ് കേസൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ നാളെ മുതൽ നീ വേറെ ഞാൻ വേറെ എന്നൊന്നും പറഞ്ഞ് പുതിയ ആളെ തപ്പി ഇറങ്ങുന്നതല്ല. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. യു ഗൈസ് ആർ നോ ദ ന്യൂട്ടൺസ് തേർഡ് ലോ, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനാദ്യം ആക്ഷൻ സംഭവിക്കണം, അല്ലാതെ റിയാക്ഷൻ അല്ല ആദ്യം സംഭവിക്കേണ്ടത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ചില കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്.
അത്രേ ഉള്ളൂ. ഇത് വളരെ നോർമലായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത്. ചീറ്റിങ്ങിനെ നോർമലായിട്ട് കാണണം എന്നുള്ളതല്ല, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. നിങ്ങളത് അനുഭവിച്ചതിന് ശേഷം അതും താങ്ങി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതോ, അബ്നോർമലായിട്ട് അതിനെ കണ്ട് അവൻ എന്നെ ചീറ്റ് ചെയ്തു, എൻ്റെ ജീവിതം നശിച്ചു, എനിക്കിനി ആരുണ്ട്, അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇതൊക്കെ നീതിയാണോ, ലോകമേ ഇതെന്തൊരു കാവ്യനീതി, അഡൾട്ടറി ഡീക്രിമിനലൈസ് ചെയ്ത കോടതി നിങ്ങൾ എന്തൊരു കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങളിരുന്നു, നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ മൂവ് ഓൺ ചെയ്യുന്ന ആളുകളുടെ, ഞാൻ ആ പറയുന്ന കാര്യം വിട്ട്, അവൻ എന്നെ ഡിസേർവ് ചെയ്യുന്നില്ല, അവൻ എന്നോട് അങ്ങനെയുള്ളൊരു വിശ്വാസവഞ്ചന കാണിച്ചു, അതുകൊണ്ട് ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ മുന്നോട്ട് പോവാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സംഗീതയ്ക്കൊപ്പം നിൽക്കുന്നതും അവരുടെ ഡിവോഴ്സിനെ നമ്മൾ വളരെ കാഷ്വലായിട്ട് നോക്കി കണ്ടതും അങ്ങനെ വേണം അണ്ണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമീപിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾ മറ്റേ കഥയോ കവിതയോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, വിശ്വാസവഞ്ചന കാണിക്കുമ്പോൾ പറഞ്ഞിട്ട് കാണിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇരുന്നോ. പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ല. എന്തിനാണ് വെറുതെ ഈ അനാവശ്യമായിട്ട് ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഈ ഡയലോഗ് അടിച്ച് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.